ഹായ്, ഷീലുമൈ ലൈഫിലെ മീയിലേക്ക് സ്വാഗതം. മീ എന്നിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ കല്യാണം കഴിഞ്ഞതും പോയതും തിരിച്ചു വീട്ടിലേക്ക് വന്നതും ഈ ചുമരിനെ സ്വന്തമായിട്ട് ഇടിക്കുന്നതും ഒക്കെയല്ലേ പറഞ്ഞത്. അതിന് ശേഷം ഉണ്ടായ ഒരു കാര്യം പറയാം. ഇതൊന്നും ഇവിടെ എഴുതി വെച്ചതൊന്നും അല്ലേ, അങ്ങനെ ആരും വിചാരിക്കല്ലേ. ഞാൻ ഇങ്ങനെയൊക്കെ നോക്കുന്നത് ആസ് യൂഷ്വൽ മനുഷ്യനല്ലേ, അങ്ങനെ നാച്ചുറൽ ടോക്കാണ്. അപ്പം ഇന്ന് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഇയാൾ ഫ്രസ്ട്രേഷൻ തീർക്കാൻ ഈ ചുമരിനിട്ടടിക്കും, തലകുത്തനെയും കാലും മേലേക്കൊക്കെ ആക്കിയിട്ട് എന്തൊക്കെയോ കളിക്കും. അപ്പം ഞാൻ ഗർഭിണിയാണ്. അപ്പം ഈ ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമ്മൾ ഏജൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ പയ്യന്നൂർ മുകുന്ദ ഹോസ്പിറ്റലിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അന്ന് മറ്റിതുപോലെ പയ്യന്നൂർ ഹോസ്പിറ്റലുകളൊന്നും ഇത്ര ബിസിനസ്സായിട്ടോ പ്രചാരത്തിലൊന്നും വന്നിട്ടില്ല. ഇപ്പാണല്ലോ കേരളത്തിൽ ഹോസ്പിറ്റൽ ബിസിനസ്സായത്. 90-91 കാലഘട്ടത്തിലൊന്നും അത്ര ബിസിനസ്സല്ല. ഒരുപാട് ഗൈനക്കോളജിസ്റ്റും ഹോസ്പിറ്റലൊന്നുമില്ല. ഇന്നെല്ലാം ഹോസ്പിറ്റലും ബിസിനസ്. നമ്മൾ വിളിച്ചിട്ടല്ലേ പറയുന്നത്, ഇന്ന രോഗത്തിനായിട്ട് ഇങ്ങോട്ട് വാന്ന്. നമുക്ക് ആ രോഗേ ഇല്ല, വാ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണല്ലോ നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഈ കുളി കാരണം കുറച്ച് പ്രശ്നമുണ്ട്, ക്ഷമിക്കണം. അപ്പോൾ ഇങ്ങനെ മാസ ചെക്കപ്പിന് പോകും. അപ്പം ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ചു ഡോക്ടർ, മോള് ലവ് മാരേജ് ആയിരുന്നു? ഞാൻ പറഞ്ഞു അല്ല സാറേ. എന്തേന്ന് ചോദിച്ചു. ഞാൻ പണ്ടേ ഇതേപോലെ റിട്ടേൺ ചോദിക്കുന്ന ഒരാളാണ്, വിവരം കൊണ്ടൊന്നല്ല. എന്താ സാറേന്ന് ചോദിച്ചു ഞാൻ. അപ്പം അല്ല, എന്ത് ഡോക്ടറേന്ന്, സാറേന്നല്ല, അങ്ങനെയൊന്നും അറിയില്ല അന്നേരം. എന്താ ഡോക്ടറെ എന്ന് ചോദിച്ചു ഞാനിങ്ങനെ. അല്ല, എന്തോ ഒരു 18 ആയില്ലല്ലോ, വിളിച്ചോടിയതാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അല്ലാന്ന്. അയാളെ സ്ഥലം എവിടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ തിരുവല്ലയാണ്. തിരുവല്ല എവിടാ? ഞാൻ പറഞ്ഞു ഇങ്ങനെ മതിൽ ഭാഗം, ശ്രീവല്ലഭൻ്റെ അമ്പലത്തിൻ്റെ അടുത്താണെന്ന്. ഉടനെ സാർ എന്നോട് പറഞ്ഞു, സാറിൻ്റെ വൈഫുണ്ടായിരുന്നു, ആ ലേഡി മരിച്ചുപോയി. ഒരുപാട് ഓർമ്മിക്കുന്നു, കാരണം എൻ്റെ കൂടെ ചെവിയിൽ മോളാന്ന് പറഞ്ഞ ആ ഒരു ഓർമ്മയുണ്ട്. ഇപ്പോൾ അവർ സ്ട്രോക്ക് വന്ന് മരിച്ചുപോയി. സബിത ഗോപിനാഥ്. ഈ കണ്ണൊക്കെ അന്ന് കെട്ടും, ഒരു കറുപ്പ് തുണിയെടുത്തിട്ട്. അപ്പോൾ കാണുന്നില്ല, ഇങ്ങനെ എന്തോ ഒരു കീറുന്നു. നമ്മളീ വയലിൽ ഇങ്ങനെ ചളി മറിച്ചിടുന്ന ഒരു സൗണ്ട് കേൾക്കുന്നു, ചെവിക്ക് കുഴപ്പമില്ല. പിന്നെ ഈ കാല് മൂക്കിന് മുട്ടിച്ചിട്ട് 2 ഭാഗത്തും പശുവിനെടുക്കുന്ന പോലെ 2 ഇഞ്ചക്ഷൻ. അപ്പം വയറ് തരിക്കുന്നതിന് മുന്നേ തന്നെ ഇവർ കയറുന്നുണ്ട് കേട്ടോ. അയ്യോ, ഇന്നാണെങ്കിൽ ഒരിക്കലും ഇന്നാണെങ്കിൽ അങ്ങനെ കുട്ടികളൊന്നും ഉണ്ടാവില്ല. അന്ന് അറിയില്ല ഇങ്ങനെ ചെയ്താൽ മക്കളുണ്ടാവും അറിയില്ലായിരുന്നു. അപ്പം ഈ ഒരു ബയോളജിക്കൽ പ്രോസസ്സ് അറിയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ 2 മുട്ടും ഇവിടെ ഈ താടി ഇങ്ങനെ മുട്ടുന്ന വിധത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് 2 ഈ നടുവിനും, അത് വലിയ പശുവിനെടുക്കുന്ന പോലത്തെ, സാധാരണ സിറിഞ്ചല്ല. ഇപ്പോഴും എനിക്കത് ഓർമ്മയുണ്ട്. എടുത്തു. പിന്നെ ഈ വയറൊക്കെ ഷേവ് ചെയ്ത് നൈസാക്കി, ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇതേപോലൊരു സൗണ്ട് കേൾക്കുന്ന, കുഞ്ഞ് കരഞ്ഞിട്ട് എന്നെ ഏറ്റവും എനിക്ക് ഷോക്കായത്, മന്ദബുദ്ധി ആണെങ്കിലും ഇങ്ങനെ ഈ കരയുന്ന ആ ഒരു വൈബ്രേഷൻ മുകളിലോട്ടങ്ങ് പോന്ന്, കുഞ്ഞ് പറന്ന് പോന്നെന്ന് എനിക്ക് തോന്നുന്നു. ടച്ച് വിട്ട ഉടനെ കരയുവാണ്, പക്ഷെ അത് പോകുന്നത് മേപ്പോട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ ഡോക്ടർ ഒട്ടനെ എൻ്റെ ചെവിയിൽ മോളാണേ എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്.
പിന്നെ എനിക്ക് യാതൊന്നും മൈൻഡിലില്ല. പിന്നെ ഇപ്പോൾ എപ്പോഴാണോ ബോധം വന്നത് ഒന്നും അറിയില്ല. 3 ദിവസം ട്രിപ്പ്, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ തരുന്നില്ല, ചുണ്ട് കോട്ടൺ വെച്ച് നനക്കുന്നു, ഒരു കടൽ കുടിക്കേണ്ട അവസ്ഥ, ഒരു തുള്ളി വെള്ളം തരുന്നില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല. എന്നെ വേറെ തന്നെ ഒരു റൂമിൽ നേഴ്സുമാരൊക്കെ പലതും പറഞ്ഞ് ചിരിക്കുന്നു. അവരെ ലവേഴ്സിൻ്റെ കാര്യം പറയുന്നു. കോട്ടയത്തിലെ നേഴ്സുമാർ അവരവരുടേതായ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുന്ന രാത്രിയൊക്കെ. ഇന്നത്തെ പോലെ ഫോണില്ല. അവർക്ക് ലാൻഡ് ഫോണിൽ കോള് വരുമ്പം അവരൊരു കോഡൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നു. ഇപ്പം മറ്റുള്ളവരെ ഇപ്പം ചിലപ്പോൾ ഡോക്ടറെല്ലാം കയറി വരുമല്ലോ എമർജൻസി, അപ്പം ഇങ്ങനെ ഒരു സ്പെഷ്യൽ കോഡൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് ഒരു കോട്ടയത്തിൽ ഒരു സിസ്റ്റർ ഒരാൾ വിളിക്കുമ്പോൾ അവരിങ്ങനെ ഒരു കോഡൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. ഭയങ്കര സുന്ദരികളായ നേഴ്സുമാരൊക്കെ അന്ന് ഞാൻ കണ്ടു അവിടെ. അപ്പോൾ ഞാൻ എപ്പോഴും വെള്ളം ചോദിച്ച് ബഹളം വെച്ച് കരയും. ചുമക്കാൻ പറ്റില്ല, ട്യൂബ് ഇട്ടിട്ടുണ്ട്, യൂറിൻ പാസ് ചെയ്യുന്നത് അങ്ങനെ, ഫുഡില്ല, ചുമച്ചുകൂടാ, ചുമച്ച ജീവൻ പറഞ്ഞു പോവും. അപ്പോൾ ഇവർ പറയുന്നത് വെള്ളം തരാൻ പറ്റൂല, ചുമ വരും എന്നാണ്. അതായത് ഒന്നും ഇറക്കരുത്, അപ്പം നാക്കിപ്പോയ പൊട്ടി. അങ്ങനെ 3 ദിവസം ഈ തീക്കനലും കൊണ്ട്, അതൊന്നും 19 സ്റ്റിച്ച് ഉണ്ട്. ലോകത്തൊരാൾക്കും ആ വേദനയൊന്നും പറഞ്ഞറിയിക്കാനാവില്ല. അപ്പം അങ്ങനെ 3 ദിവസം വെള്ളം കിട്ടാതെ കിടന്നു. മുടിയൊക്കെ തലമുണ്ടനം ചെയ്യേണ്ട പോലെ കാടായി, വേദനയിൽ ഇങ്ങനെ തല ഇങ്ങനെ ഇട്ടുരുട്ടിയിട്ട്. അവരെന്തോ പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ പോയി. നിറച്ച് മുടിയായിരുന്നു, അതിങ്ങനെ കൂട് കെട്ടി 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 കുറേ ദിവസം എണ്ണ എടുത്തിട്ട് ഇങ്ങനെ ഓരോ മുടിയായിട്ട് അമ്മ എടുത്ത് തന്ന് മുടി റിട്ടേൺ കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പം ഞാൻ എന്നും വെള്ളത്തിന് കരയുമ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് അറിയാം, പൈപ്പ് വെള്ളത്തിൽ കോട്ടൺ മുക്കിയിട്ട് ചുണ്ട് നനക്കും. ഞാനിങ്ങനെ ആർത്തി പിടിച്ചിട്ട് ഇങ്ങനെ ആക്കും. അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ വിഷമം വരുന്ന ഏത് ന്യൂസ്, എസ്പെഷ്യലി മൃഗങ്ങളതോ അല്ലെങ്കിൽ ചെറിയ മക്കൾക്ക് വിഷമായിട്ടുള്ള വീഡിയോസ്, അതേപോലെ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ കുട്ടികളെയും കൊണ്ട് റോഡ് സൈഡിൽ ഇരിക്കുന്നത്. നല്ലൊരു വീഡിയോ ലോട്ടറി വെക്കുന്നതാന്ന് തോന്നുന്നല്ലേ. ഒരു ഷർട്ട് മാത്രം ഉള്ളൊരു മോനെ കണ്ടു. പക്ഷെ ആ വീഡിയോ എടുത്താക്ക് ഒരുപാട് നന്ദി. ആ കുട്ടിക്ക് ഷർട്ട് കിട്ടിക്കാണും, ഒരു പയ്യൻ. എൻ്റെ കഴിഞ്ഞു പോയ ലൈഫ് ഒരിക്കലും ചിരിച്ചുകൊണ്ട് പറയാൻ പറ്റൂല. സോറി, പറ്റൂല, മുഴിപ്പിക്കാൻ പറ്റൂല. വെരി സോറി, കരഞ്ഞേ പറ്റൂ. അപ്പം എൻ്റെ കുട്ടിയൊക്കെ ഇന്നലെ ഒരു ഷർട്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടിക്കും അങ്ങനെ കൂടുതൽ ഡ്രസ്സ്, കൂടുതൽ എന്നല്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 3 ദിവസം കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റി.
ഓറഞ്ച് ജ്യൂസ് പിഴിഞ്ഞിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ എന്നെ കാണാൻ വരാൻ ബന്ധുക്കളോ ഫ്രൂട്ട്സ് വാങ്ങി വരാൻ ആൾക്കാരോ ഫ്രണ്ട്സോ ഭർത്താവിൻ്റെ ആൾക്കാരോ ഒന്നുമില്ല. അമ്മ നേഴ്സുമാരെഴുതിയ ഗുളിക വാങ്ങാൻ അമ്മ പോകുമ്പോൾ അടുത്ത റൂമിൽ ഒരാളെ ഏൽപ്പിച്ചിട്ട് പോയി, എന്നെയും കുട്ടീനെയും. ഒരു ദിവസം രാത്രി 12 മണിക്ക് ആരോ വന്നിട്ട് വാതിൽ മുട്ടി. അമ്മ പറയുന്ന ജനലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ എൻ്റെ കുട്ടീനെ കൊണ്ടുപോകാനെ പറ്റിയായിരുന്നു തോന്നിപ്പോ. ആളില്ലല്ലോ. റേപ്പ് ചെയ്യാൻ വന്നത് 12ാമത്തെ ദിവസമാണ്. റേപ്പ് ചെയ്തിട്ട് പോകുമ്പോൾ ബില്ലടക്കണമെന്ന് അമ്മ പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞു. വന്നില്ല. പിന്നെ ബില്ലടക്കാൻ എൻ്റെ മാല ഉണ്ടായിരുന്നു, അത് ഏച്ചി കൊണ്ടുപോയിട്ട് വേഗം ബാങ്കിൽ വെച്ചിട്ട് 91 5000 രൂപ 4 സംതിങ്. മെഡിസിനെല്ലാം അടക്കം 500 മറ്റേ ഡിസ്ചാർജ് ആവാൻ. അത് എൻ്റെ മാല വെച്ചിട്ട് നമ്മൾ അവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് വന്നു. റേപ്പ് ചെയ്യാൻ വന്നതേ ഇല്ല, ബില്ലടക്കാൻ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ പിന്നെ വീട്ടിലേക്ക് വന്നു. ജീവിക്കുന്നു. പിന്നെ ഒരിക്കലും രാവിലെ ആവല്ലേ എന്ന് വിചാരിക്കും. എന്തെന്നറിയോ, രാവിലെ ഡോക്ടർ റൗണ്ട്സിന് വരുന്നതിന് മുന്നേ ഒരു ടീം വരാനുണ്ട്. അവർ വന്നിട്ട് ചെയ്യുന്നത് എന്താണെന്നറിയോ, സിസേറിയൻ ചെയ്തത് ഒരു ഇങ്ങനെയുള്ള കത്രിക തോന്നുന്നുണ്ട്. അവർ ഒരു ബോക്സ് എന്നൊരു കത്രിക അങ്ങ് എടുക്കും. എന്നിട്ട് ഒരു ബ്രൗൺ കളർ ലിക്വിഡിൽ മുക്കും. ഉണങ്ങണ്ട എന്തോ ഇതാണ്. സിൽവർ എക്സ് എന്ന് പറഞ്ഞൊരു ഓയിൻമെൻ്റ് ആയിരുന്നു അന്ന് വെച്ചത്. മരണത്തെ പോലും മറക്കാത്തത് ഇതെല്ലാം സിൽവർ എക്സ്. അപ്പോൾ കത്രികക്ക് കോട്ടൺ പിൻ ചെയ്യും, ഒരു സ്പെഷ്യൽ കത്രിക ഇങ്ങനെ ഞെക്കി പിടിക്കും, അമക്കി പിടിക്കും. എന്നിട്ട് ഈ കിടക്കുന്നത് അവർക്ക് 100 കേസാണ്. എനിക്ക് ആദ്യമല്ലേ, നേഴ്സുമാരെ 100ാമത്തെ ഒരേ ഇരിക്കും. എൻ്റെത് ഫസ്റ്റ് അല്ലേ. തലച്ചോറ് വരെ അറിഞ്ഞ് പ്രാണം പോകുന്ന വിധത്തിൽ ഇവർ അമർത്യങ്ങുരക്കും. അതെൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും വിട്ടുപോകാത്തൊരു കേസാണ്. അത് കഴിഞ്ഞിട്ട് സിൽവർ എക്സും വെക്കും. അതിനോട് മനുഷ്യൻ പകുതി ജീവൻ പോവും, വേർക്കും. എന്നിട്ട് അവർ പോകുമ്പോൾ ഇതും കൂടി പറയും, ഇത്രയും ക്രൂരത ഞാൻ ഏറ്റുവാങ്ങിയല്ലോ ശരീരത്തിൽ, എനിക്കിപ്പോഴേ എന്തൊക്കെയോ ആവുന്നു. എന്നിട്ട് അമ്മയോട് പറയും ബണ്ണും കോഫി കൊടുക്കണേ, പാലും വെള്ളം കൊടുക്കണേ എന്ന് പറയും. ക്ഷീണമായി എന്നറിയാമല്ലോ. അത്രയൊക്കെ അനുഭവിച്ചിട്ടാണ് റേപ്പും അനുഭവിക്കുന്നത്. എങ്ങനെയുണ്ട്? കാളരാത്രികളൊന്നും മറക്കാൻ പറ്റൂല. പിന്നീട് എന്നെ പിന്നെ ഈ ഇന്നത്തെ പോലെയല്ല, ഇങ്ങനെ നൂലാണ്, ഇങ്ങനെ കുത്തനെ കയറുമ്പം ഇങ്ങനെ 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 കെട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഞാൻ കാണുന്നുണ്ടല്ലോ ഇത് കെട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥത. അപ്പം ഞാൻ വിചാരിക്കും കെട്ടപ്പഴിക്കുന്നു. ഒരു ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞു നാളെ സ്റ്റിച്ച് എടുക്കണം. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ആത്മഹത്യ ചെയ്തേക്കാം. ഇനി ഇത് എടുക്കുന്ന അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. തുന്യേൻ്റെ പീഡനം അനുഭവിച്ചു, ഇനി ഇത് ഞാൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? പരസഹായം ഇല്ലാണ്ട് ചാവാനൊന്നും പറ്റൂല. എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. അനസ്തേഷ്യൻ്റെ ഇതില്ലോണ്ട് എഴുന്നേക്കുമ്പോൾ വീഴാൻ പോകും. അമ്മ കുഞ്ഞിനെടുക്കണോ എന്നെ എടുക്കണോ, എന്നെ പിടിക്കണോ കുഞ്ഞിനെടുക്കണോ, ആ ഒരു കണ്ടീഷനിലായിരുന്നു. ആ ഒരു ദിവസങ്ങളെല്ലാം കഴിഞ്ഞു. വീട്ടിൽ വന്നു. ഏറ്റവും വലിയ ക്രൂരത പിന്നെ വീട്ടിൽ നിന്നായിരുന്നു. വീട്ടിലെ ലൈഫായിരുന്നു അടുത്ത ക്രൂരത.
ഭർത്താവും പൈസയൊന്നും ഇല്ലാത്ത ഒരാൾ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒരു ലേഡി നേരിടുന്നത്? നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. ശ്രീലുമൈ ലൈഫിലെ മീ എന്ന സെഗ്മെൻറ്റ് എൻ്റെ സങ്കടമായാലും നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് മനസ്സ് റിലീസാവുന്നു. നാളെ കാണാം.